ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് അല്ലേ? പേര് പോലെ തന്നെ നമുക്ക് ഇതിൽ പ്രധാനമായും രണ്ട് കഥാപാത്രമാണുള്ളത്. ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ജട്ട്പട്ടും നട്ട്കട്ടും ഇവർ രണ്ടുപേരും ആരായിരുന്നു? ഇവർ രണ്ടുപേരും സഹോദരങ്ങളായിരുന്നു അല്ലേ? സഹോദരങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നമ്മുടെ വലിയ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ അല്ലേ, ആരാണ്? ജട്ട്പട്ടാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. നമ്മുടെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? വെറും 2 വയസ്സ് മാത്രമാണ് അല്ലേ? അപ്പൊ ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കഥാപാത്രം ആരൊക്കെയാണ്? ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. ഇവർ രണ്ടുപേരും സഹോദരങ്ങളായിരുന്നു. ഇനി ഇതിൽ മുതിർന്ന ആൾ ആരാണ്? നമ്മുടെ ജട്ട്പട്ടാണ്. ഇതിൽ ചെറിയവൻ എന്ന് വെച്ചാൽ നമ്മുടെ കഹാനിയിൽ ഉടനീളം പറയുന്നുണ്ട് ചോട്ടെ ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ ഡയലോഗ്സ് ഒക്കെ. ചോട്ടെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ നട്ട്കട്ടിനെയാണ്. അപ്പോൾ ആ ഡയലോഗ് പറയുന്ന ആൾ ആരായിരിക്കും? എപ്പോഴും നമ്മുടെ ജട്ട്പട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ട് കുട്ടികളുടെയും ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ ജട്ട്പട്ടിനെയും നട്ട്കട്ടിൻ്റെയും ക്യാരക്ടർ എന്തൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെ, അവരുടെ വിശേഷതകൾ നമ്മുടെ പാഠഭാഗത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചോദിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ജട്ട്പട്ടിന് എന്തൊക്കെയാണ് അറിയുന്നത്, നട്ട്കട്ടിന് എന്തൊക്കെ അറിയാം, എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിൻ്റെ വിശേഷതകൾ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ജ്യേഷ്ഠനാണ് ആര്? ജട്ട്പട്ട് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണം ജട്ട്പട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മുടെ കഹാനിയിൽ പറയുന്നത്. തേസ് തേസ് ചൽത്താ ഹേ എന്ന് വെച്ചാൽ വേഗത്തിൽ നടക്കും. ഇനി അടുത്തത് തൈർന ആത്താ ഹേ. തൈർന എന്ന് പറഞ്ഞാൽ എന്താ? നീന്തുക. അത് മറക്കരുതേ. തൈർന നീന്തുക. ഇനി മാസേ ശിക്കായത് കർത്താ ഹേ. മാസേ ശിക്കായത് അല്ലെ, അമ്മയോട് പരാതിപ്പെടുന്നു. ആരാണ് നമ്മുടെ കഥയിലെ അമ്മയോട് പരാതിപ്പെടുന്നത്? നമ്മുടെ ജട്ട്പട്ടാണ്. ആരെക്കുറിച്ചാണ് പരാതിപ്പെടുന്നത് എന്ന് ചോദിച്ചാലോ? നട്ട്കട്ടിനെ കുറിച്ചാണ് പരാതിപ്പെടുന്നത്. അപ്പൊ ശിക്കായത് എന്ന വാക്കിന്റെ അർത്ഥമാണ് പരാതി. ഇനി ചോട്ടേ കാ ഹാത്ത് പക്കഡ്കർ. ചോട്ടേ കാ ഹാത്ത് പക്കഡ്കർ. ചോട്ടെ ആരാണ്? നമ്മുടെ നട്ട്കട്ടാണ് അല്ലേ? അപ്പൊ നട്ട്കട്ടിന്റെ കൈ പിടിച്ചുകൊണ്ട് ദൗഡ്താ ഹേ. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു വിശേഷത നൽകിയിട്ട് കിസ്കാ ഹേ, ആരുടേതാണ് എന്ന് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ഒരു കോളത്തിൽ നൽകിയിട്ട് അതിൽ ജട്ട്പട്ടിൻ്റെയും നട്ട്കട്ടിൻ്റെയും വിശേഷതകൾ എടുത്ത് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റണം. അപ്പോൾ ഇതാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായി പറയുന്ന ജട്ട്പട്ടിൻ്റെ വിശേഷതകൾ. ഇനി നമുക്ക് നട്ട്കട്ടിലേക്ക് കടക്കാം. നട്ട്കട്ട് വളരെ നോട്ടിയാണ് നമ്മൾ പറഞ്ഞു. എന്താണ് അവൻ എന്തുണ്ടാക്കാൻ അറിയാം? കാഗസ് കെ നാവ്. അപ്പോൾ നോക്കൂ, കാഗസ് കി നാവ് ബന്ന ആത്താ ഹേ. കാഗസ് കി നാവ് ബന്ന ആത്താ ഹേ കിസ്കോ? നട്ട്കട്ട് കോ. അപ്പോൾ നമ്മുടെ ഈ നട്ട്കട്ട് എന്തുണ്ടാക്കും? കാഗസ് അല്ലേ, പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കും. അപ്പോൾ ബോട്ടുണ്ടാക്കും. പിന്നെ ബാഗ് സെ ആം തോടുത്താ ഹേ. ആം എന്ന് പറഞ്ഞാൽ മാംഗോ ആണല്ലേ. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. തോട്ടത്തിൽ നിന്ന് തോടിന എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിക്കുക, പറിച്ചെടുക്കുക എന്നൊക്കെയാണ് കേട്ടോ. മാങ്ങ പൊട്ടിക്കുക നമ്മൾ പറയില്ലേ? അപ്പോൾ ഇവിടെ മാങ്ങ പൊട്ടിക്കുന്നത് ആരാണ്? നട്ട്കട്ടാണ്. ബർഗദ് കി പേട് പക്കഡ്കർ ജൂലാ ജുൽത്താ ഹേ. ബർഗദ് കി പേട് പക്കഡ്കർ. ബർഗദ് എന്ന് പറഞ്ഞാൽ വടവൃക്ഷം. എന്താണ്? വടവൃക്ഷം. അപ്പോൾ അത് മറക്കരുത്. വലിയ വൃക്ഷങ്ങളില്ലേ, ആൽമരം പോലെ വലിയ വേരുകളൊക്കെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജൂലാ ജുൽത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലാടുക. ആരാണ് ഊഞ്ഞാലാടുന്നത്? ഊഞ്ഞാലാടുന്നത് നമ്മുടെ നട്ട്കട്ടാണ്. ഇനി ധീരെ ധീരെ ചൽത്താ ഹേ. ധീരെ ധീരെ ചൽത്താ ഹേ. കോൺ? ആരാണ് പതുക്കെ പതുക്കെ നടക്കുന്നത് നമ്മുടെ കഹാനിയിൽ? നമ്മുടെ നട്ട്കട്ടാണ്. അപ്പോൾ ഇനി
ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് ഇറങ്ങി ചെന്നാൽ ഇത് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി ജെട്ട്പട്ടിൻ്റെയോ നട്ട്കട്ടിൻ്റെയും വിശേഷതകൾ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയുന്നതും അറിയാത്തതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? നമ്മൾ ഒരൊറ്റ ലൈവ് ക്ലാസ്സിൽ ഇതെല്ലാം മനസ്സിലാക്കിയാലോ? 20-ാം തീയതി രാത്രി 7 മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വൺ ഷോട്ട് സീരീസ് ഉണ്ട്. എന്തിൻ്റെ? നമ്മുടെ ജെട്ട്പട്ട് ഓർ നട്ട്കട്ടിൻ്റെ ലൈവാണ് നമ്മുടെ 20-ാം തീയതി. അപ്പോൾ നമ്മുടെ വൺ ഷോട്ട് സീരീസിൽ എന്താണുള്ളത്? ഹിന്ദിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യം നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നട്ട്പട്ട് ഓർ ജെട്ട്പട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയുന്നതുണ്ട്, എന്തൊക്കെ അറിയാത്തതുണ്ട്. ഇനി നമുക്ക് എക്സാമിന് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവിൽ കാണാം. അതുവരെക്കും ബൈ.